നമസ്കാരം. ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ വിവാദ വീഡിയോ പങ്കുവച്ച് ബിജെപി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അജയ് ഉണ്ണി. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. തൊടുപുഴ സ്വദേശിയായ അജയ് ഉണ്ണി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത്. അനാവശ്യമായി ആരെങ്കിലും നാണം കെടുത്താൻ ശ്രമിച്ചാൽ ഭീരുവിനെ പോലെ മരിക്കരുതെന്നും ആരോപണം ഉന്നയിക്കുന്നവരെ ബലാത്സംഗം ചെയ്ത ശേഷം മരിക്കണമെന്നുമാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത്. വാചകങ്ങൾ ഇങ്ങനെയാണ്: നാണം കെടുത്താൻ അനാവശ്യമായൊരു ശ്രമം നടന്നാൽ മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ടൊന്ന് ബലാത്സംഗം ചെയ്തിട്ട് അങ്ങ് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ കുറ്റം ചെയ്തുവെന്ന പശ്ചാത്താപത്തോടെ മാന്യമായി മരിക്കാം എന്നാണ് അജയ് ഉണ്ണി വീഡിയോയിൽ പറയുന്നത്. ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകാമെന്നും അവിടെ പണി ചെയ്ത് പണം സമ്പാദിക്കാമെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. തൊടുപുഴ നഗരസഭയിലെ 5-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ് അജയ് ഉണ്ണി. എന്തായാലും അജയ് ഉണ്ണിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ദീപകിന്റെ മരണത്തിൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ പകർത്തിയ യുവതിയെ വലിയ രീതിയിൽ വിമർശിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറിപ്പുകൾ ധാരാളമായി ഉണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളുമൊക്കെ ഇടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയും വിമർശനം ശക്തമാണ്. അതേസമയം ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയെ ദീപക് ജീവനൊടുക്കിയ കേസിൽ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിലാണെന്നാണ് സൂചന. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് മുസ്ലിം ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. BNS 108 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഷിംജിത വിദേശത്തേക്ക് കടന്നോ എന്ന് സംശയമുണ്ട്. ഷിംജിതയെ രക്ഷപ്പെടാൻ പോലീസ് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ദീപകിന്റെ കുടുംബം രംഗത്തു വന്നു. യുവതിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഫോണിലെ വീഡിയോ നശിപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സിലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ദീപകിന്റെ അമ്മയുടെ പരാതിയിലാണ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. ഷിംജിത ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ വൈറലായി. ദുരുദ്ദേശത്തോടെ ദീപക് സ്പർശിച്ചെന്നാരോപിച്ചായിരുന്നു ഷിംജിത വീഡിയോ പുറത്തുവിട്ടത്. ഇതേ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. തുടർന്ന് ദീപകിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു K. ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി അമ്മ കന്യകയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.